നമസ്കാരം, ഞാൻ സിന്ധു അരുൺ. കഴിഞ്ഞ എപ്പിസോഡിൽ രേവതി രാഗത്തിലുള്ള ശ്രീഹരേ ജനാർദ്ദന എന്ന കൃതിയുടെ പല്ലവി നൊട്ടേഷൻ നോക്കിയിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ അനുപല്ലവി ഒന്ന് നോക്കാം. അനുപല്ലവി സാഹിത്യം വരുന്നത് രോഹിണീശ സമ സുന്ദരവദന യോഗേശ്വര ധനഞ്ജയ സാരഥി. രോഹിണീശ സമ സുന്ദരവദന യോഗേശ്വര ധനഞ്ജയ സാരഥി. സമത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. അനുപല്ലവിയും താരസ്ഥായി ഷഡ്ജത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രോഹിണീശ സമ സുന്ദരവദന സുന്ദരവദന സംഗതി വരുന്നത്. രണ്ടാമത് പാടുമ്പോഴത്തേക്ക് രോഹിണീശ സമ, അതാണ് അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പം രോഹിണീശ സമ വദനയ്ക്കും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. വദന ആദ്യത്തേത് വദന അത്രേ ഉള്ളൂ. ഇത് വദന വദന. അപ്പം മധ്യമത്തിൽ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. സമരീസ സമരീസ എന്ന് വരും. അപ്പം സുന്ദരവദന രോഹിണീശ സമ സുന്ദരവദന. അപ്പം ആദ്യത്തെ വരിക്ക് രണ്ട് സംഗതികളേ ഉള്ളൂ. അടുത്തതിലേക്ക് പോവാം. യോഗേശ്വര സരിമ യോ സരിമ യോഗേ സരിമ സ്വര സാസ യോഗേശ്വര സരിമ സസ യോഗേശ്വര ധനഞ്ജയ ധനഞ്ജയ ധനി നിജ നിവ നിഭമ ധനഞ്ജയ നിജ നിവ നിഭമ സാരഥി പമരീരി സാ യോഗേശ്വര ധനഞ്ജയ സാരഥി യോഗേശ്വര ധനഞ്ജയ സാരഥി. അപ്പം അത്രേ ഉള്ളൂ. അനുപല്ലവി എന്ന് പറയുന്നത് രണ്ട് വരിക്കായിട്ട് ആദ്യത്തെ വരിക്ക് രണ്ട് സംഗതി, രണ്ടാമത്തെ വരിക്ക് ഒറ്റ സംഗതി. അപ്പം ചെറിയ ഒരു അനുപല്ലവിയാണ്. നമുക്കൊന്ന് പാടി നോക്കാം. രോഹിണീശ സമ സുന്ദരവദന രോഹിണീശ സമ സുന്ദരവദന രോഹിണീശ സമ സുന്ദരവദന രോഹിണീ
ജനാർദ്ദന രേവതീശാനുജ മാം പാഹി ശ്രീഹരേ ജനാർദ്ദന. നമുക്ക് ചരണം അടുത്ത എപ്പിസോഡിൽ നോക്കാം. താങ്ക് യു.